കേരളത്തിൽ ഒരുപാട് നല്ല ആൾക്കാരുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മറ്റൊരു മൊണാലിസയെ പോലൊരു മൊണാലിസ ഇപ്പോഴും കാണാമെന്ന് നമുക്ക് സാധിക്കും. നമസ്കാരം. സുഖമാണോ? ഞാൻ പറഞ്ഞ മൊണാലിസയെ പോലെ നമ്മുടെ നാട്ടിലും എത്ര മൊണാലിസാൽ വളർന്നാലും അവരെ വളർത്തുന്നില്ല. അവർ പാവത്തങ്ങളായ പോയിട്ടായിരിക്കും. നീലക്കണ്ണും ചുമന്ന കണ്ണിനും ഒക്കെ ഒരുപാട് മാർക്കറ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. അതെന്താ വളർന്നാൽ വലിയ നാശത്തിലേക്ക് പോകും? അതെന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? അത് ശരിയാ. മീഡിയ വളർത്തപ്പോഴും ഞാനൊരു സാഹിത്യകാരിയാണ്. അപ്പം എനിക്ക് അതിനെ കുറിച്ചെല്ലാം നല്ല വിശദമായ കാര്യങ്ങളൊക്കെ എനിക്ക് നല്ലപോലെ അറിയാം. അപ്പോൾ ഞാൻ ഒരു ചോദ്യം കൂടെ ചോദിച്ചാ സഹോദരി പറഞ്ഞത് കറക്റ്റ്. ഞാൻ ഒരു കാര്യം കൂടെ ചോദിച്ചാൽ മീഡിയ എന്നുള്ള നിലയിൽ നേരത്തെ പറഞ്ഞ് വളർത്തുകയും ചെയ്യും ഓടിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു. ഇപ്പോൾ തന്നെ ഈ സുധിയുടെ ഭാര്യ സുധീനെയൊക്കെ വളർത്തി വീടൊക്കെ വെച്ച് കൊടുത്തു. അപ്പോൾ വൈഫ് മറ്റൊരു രീതിയിൽ കൂടെ അഭിനയിക്കാൻ തുടങ്ങി. അപ്പോൾ അത്രയും ആ കുടുംബത്തിനോട് സ്നേഹം ഉണ്ടായതുകൊണ്ടാണ് നീ അങ്ങനെ അഭിനയിക്കാതെ ലോട്ടറി കച്ചവടമെങ്കിലും ചെയ്യും, നിങ്ങൾ ജീവിക്കുന്നവർക്ക് ജീവിക്കാതെ. അതുകൊണ്ടാണ് മീഡിയയും സമൂഹം കമൻറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് മീഡിയയെ താക്കുന്നത്. അഭിമാനമാണ്. മദ്യപാനികളെ നേരെയാക്കാൻ വേണ്ടി ആ ലോട്ടറി മദ്യപാനികളെ നേരെയാക്കാം. അത് കൊള്ളാം. പ്രിയപ്പെട്ടവരെ, നല്ലൊരു സന്ദേശം കൊടുത്തുകൊണ്ട് നല്ലൊരു വ്യക്തിയാണ്. നമുക്ക് പേര് ചോദിക്കാം. മദ്യം നിർത്തലാക്കാൻ വേണ്ടി, മദ്യം കുറയാൻ വേണ്ടി അവരുടെ കയ്യിരിക്കുന്ന കാശുകൾ ലോട്ടറി വഴിയിലൂടെ മാറ്റിയെടുക്കാവുന്നതാണ് പറയുന്നത്. നല്ലൊരു സന്ദേശം. ചേച്ചി എന്താ പേര്? എൻ്റെ പേര് മരിയാമേരി. എവിടെയാ സ്ഥലം? സ്ഥലം പൂതക്കുളത്താണ്. ഇപ്പോൾ ഇവിടെയാണ് താമസിക്കുന്നത്. ചേച്ചി നേരത്തെ പറഞ്ഞൊരു വാക്കുണ്ടല്ലോ, ഞാൻ മദ്യം എന്ന് പറയുന്ന ജനങ്ങളിലേക്ക് മദ്യം കുടി നിർത്തലാക്കാൻ വേണ്ടി അതെങ്ങനെയാണ്? ഇതെങ്ങനെ ലോട്ടറി വിൽപ്പനയോടുകൂടി അതൊന്ന് മനസ്സിലാക്കാൻ പ്രിയപ്പെട്ടവർക്ക്. ലോട്ടറി വിൽപ്പനയിലൂടെ അവർ കുടിക്കുന്ന മദ്യത്തിന്റെ അംശം കുറച്ചുകൊണ്ട് ലോട്ടറി എടുത്തവരുടെ കുടുംബവും രക്ഷപ്പെടും, സമൂഹവും രക്ഷപ്പെടും. അപ്പം അവരെ കുടുംബം ലോട്ടറി എടുക്കുമ്പോൾ രക്ഷപ്പെടും. പക്ഷെ മദ്യം കുടിച്ചും പോകരുത്. മദ്യം കുടിച്ച് ആ കരടും കൂമ്പും ഒക്കെ ദ്രവിക്കുന്നതിലും ഭേദം അവരെ കയ്യിരിക്കുന്ന 50 രൂപ കുടിച്ച് മേടിക്കുക. അത് അവർ മദ്യം കഴിക്കുന്ന ഒരാൾ വന്ന് ലോട്ടറി എടുക്കുമ്പോൾ എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും? നമുക്കറിയാം, നമ്മളെന്ന് നിത്യമായിട്ടുള്ള ഒരു അഭ്യാസം. അപ്പൊ ഈ മദ്യം കഴിക്കുന്നവരെ തിരിച്ചറിയാൻ പറ്റും. അപ്പം മദ്യപിക്കണം ആകെ 100 രൂപയുള്ള കയ്യിൽ. ഈ എങ്ങനെ അവരെ കയ്യിൽ നിന്ന് ഈ ലോട്ടറി കൊടുത്തിട്ട് മേടിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, ഒരു കയ്യടി തന്നെ കൊടുക്കണം. അവരെ സ്നേഹമായി അവരുമായി അടുത്തിട്ട് അവരെ കയ്യിരിക്കുന്ന കാശുകൾ ലോട്ടറി വഴികൾ. എന്തായാലും അവരെ കരൾ പാടണ്ട. ഈ പേപ്പർ മേടിച്ച് കൈ വെച്ചാലും കരൾ പാടാൻ പാടില്ല. അപ്പം ഈ ലോട്ടറി അടിച്ചില്ലാലും ശരി തന്നെ അവരെ ഈ മദ്യത്തിൽ നിന്ന് ഒഴിവാക്കാൻ ഏറ്റവും ഒരു മാർഗം അങ്ങനെയുണ്ട്. ഇന്ന് വരെ ആരും കണ്ടെത്താത്ത ലഹരി മുങ്ങിത്താറുമ്പോൾ ഇന്നലെ ലഹരി 23 വയസ്സുകാരൻ 23 വയസ്സുകാരൻ 6 പേരെ കൊന്നിരിക്കുന്നു. അപ്പോൾ ലഹരി ഉപയോഗിച്ചാണെന്ന് പറയുന്നത്. ഇവിടെ വ്യത്യസ്തമായ വേറൊരു കാഴ്ചയിൽ നമുക്ക് കാണാം. പേരെന്ന് പറഞ്ഞ് മരിയാമേരി. അപ്പോൾ കൊല്ലം പട്ടണത്തിൻ്റെ ഹൃദയഭാഗത്ത് നടന്നു വന്ന ഒരു സഹോദരിയാണ്. ആർട്സെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോഴും ഇവിടെ ഒരു നീലക്കണ്ണും നല്ല ചാരക്കളറുള്ള ചേച്ചിയാണ്. ഒരുപാട് വ്യക്തികളുണ്ട്. നമ്മളിപ്പോൾ കടലാസ് പേപ്പർ പോലും നമുക്ക് തറയെ കിടന്ന വിലപ്പെട്ടാൽ എന്തോ ചെയ്യും? കടലാസ് പേപ്പർ പോലും നമുക്ക് സൂര്യനെ തടയാം, വെയിലിനെ തടയാമെന്ന് പറയും ഇല്ലേ? എന്ന് പറഞ്ഞു കൊടുക്കാൻ ഒരു കടലാസ് പേപ്പറായി കാണുന്നെങ്കിൽ കുഞ്ഞുങ്ങൾ 17 വയസ്സ് തൊട്ടുള്ള കൊച്ചുങ്ങൾക്ക് ലോട്ടറി എടുത്തു കഴിഞ്ഞാൽ അവരുടെ കുടുംബം രക്ഷപ്പെടും. 17 വയസ്സുള്ള കുട്ടികൾക്ക് വരെ ലോട്ടറി എടുത്ത് അവരുടെ കുടുംബം രക്ഷപ്പെടും. എന്താണെന്ന് വെച്ചാൽ ഈ കരൾ പാടത്ത് നിന്ന് രക്ഷപ്പെടാം, മദ്യത്തിൽ നിന്നും മയക്കുമരുന്ന് രക്ഷപ്പെടാം. അപ്പം ഈ ചേച്ചിയുടെ കണ്ണി നോക്കിയിട്ട് നമ്മളെ മൊണാലിസയെക്കാട്ടിയും ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെയല്ല. മൊണാലിസയെക്കാട്ടിയും സൗന്ദര്യമുള്ള കണ്ണുമായാണ് നടക്കുന്നത്. ഇത് കച്ചവടം നടക്കട്ടെ. ചേച്ചിയുടെ ചിന്ത എല്ലാവരിലേക്ക് എത്തട്ടെ. ഒരുപാട് സമൂഹത്തിൽ നിന്നും ലഹരിയിൽ നിന്നും ഒരുപാട് മാറ്റങ്ങൾ എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥനയോടെ ക്യാമറമാൻ വിനു കുമാറിനോടൊപ്പം KM കൊല്ലത്തുനിന്നും ശില്പി രാജേന്ദ്ര പ്രസാദ്.